ആ പറയാമാവാ. അറിയില്ല, എവിടെ എത്തി നീ? ഞാനിതിപ്പോൾ ഇത് എയർപോർട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. തൃശ്ശൂർ എത്താറായി. യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ യാത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം ഈ വെക്കേഷൻ സീസണൊക്കെ അല്ലേ, അപ്പോൾ UAE ഇന്ത്യ എയർ ടിക്കറ്റൊക്കെ ഇപ്പോൾ കൂട്ടിയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് യാത്രയൊന്നും ഇപ്പോൾ പഴയ പോലെ അത്ര സ്മൂത്ത് അല്ല. നിനക്കവിടെ ഈ സമയത്ത് നല്ല തിരക്കൊക്കെ ഉള്ളതല്ലേ? വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതിപ്പോൾ അമ്മാവന് അറിയാവുന്നല്ലേ കാര്യങ്ങളൊക്കെ. ആ, കൊറോണയും ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് അമ്മ മരിച്ച സമയത്ത് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റിയില്ലല്ലോ. അവസാനമായിട്ടൊന്നും കാണാനും പറ്റിയില്ല. പിന്നെ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഞാൻ എപ്പോഴാണ് വരിക? അപ്പോ നീ ഇപ്പൊ എങ്ങനെയാ വരുന്നേ? ഞാൻ അവിടെ എയർപോർട്ടിലേക്ക് എൻ്റെ ഫ്രണ്ട് രതീഷ് കാറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ കാർ എടുത്താണ് വരുന്നത്. അപ്പൊ അവനുണ്ടോ നിന്റെ കൂടെ? അവനൊന്നില്ല, അവനെ ഞാൻ വീട്ടിലായിട്ട് വരുന്നത്. ആ, എന്നാ ഞാനൊന്ന് കിടക്കട്ടെ. നീ എത്തുമ്പോ എന്തായാലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഉം, എന്നിട്ട് നമുക്ക് ഒരാറ് ആയിക്കോട്ടെ, ശരി ശരി, ഞാൻ അവിടെ എത്തിക്കോളാം. അരവിന്ദേട്ടാ, നിങ്ങൾ എത്തിയോ? ഇല്ല, ഇതേ പോയിക്കൊണ്ടിരിക്കുക. ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെ വിളിച്ചിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു. ആ, അത് ചിലപ്പോൾ ഞാൻ ഫ്ലൈറ്റ് കടന്നപ്പോഴും വിളിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഒന്ന് തിരിച്ചു വിളിച്ചേട്ടോ. ആ ശരി. പിന്നെ ആ കാശിന്റെ കാര്യം. അഞ്ജു, കാശിൻ്റെ കാര്യം പറയാനാണെങ്കിൽ വിളിക്കണ്ട. ഞാൻ അമ്മാവൻ്റെ അടുത്ത് കടം ചോദിക്കാനൊന്നുമല്ല പോണത്. എനിക്ക് അർഹതപ്പെട്ട പൈസ ചോദിക്കാനാണ് പോണത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ആ, ഞാൻ വെറുതെ ചോദിച്ചു എന്നല്ലോ. അപ്പൂന്റെ സ്കൂളിൽ നിന്ന് അടുത്ത ആഴ്ച ടൂർ ഉണ്ടെന്ന് പറഞ്ഞു. അവന് പൊക്കോട്ടേന്ന് ചോദിച്ചു. ഈ സ്കൂളിൽ പോണത് പഠിക്കാനാണ്, അല്ലാണ്ട് ടൂറിനല്ല. ഇതിൻ്റെ കൂടെ ഫീസ് എന്ന് പറഞ്ഞ സാധനം കൂടെ വരും, അറിയോ? അല്ല അരവിന്ദേട്ടാ, കാശിന്റെ കാര്യമാണെങ്കിൽ അത് ഞാൻ കൊടുത്തോളാം. ഞാൻ തരുന്ന കാശല്ലാണ്ട് നിനക്ക് വേറെ എന്തെങ്കിലും വരുമാനം ഉണ്ടാ? മാസം മാസം ഞാൻ തരുന്ന കാശല്ലേ നിൻ്റെ ഉള്ളൂ. നിങ്ങൾ എന്തായാലും എത്തിയിട്ട് വിളിക്കേ. ഡ്രൈവ് ചെയ്യണതിന്റെ ഇടയിൽ ഇനി ഉറങ്ങിയൊന്നും പോകരുത്. ഹലോ. ഹലോ, ഇത് എരുമേലി സബ് സ്റ്റേഷനിലെ സിഇഒ വിളിക്കണേ. എന്താണ് സാർ? നിങ്ങൾ ഉറങ്ങുവാണോ? അല്ല, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ വണ്ടി ഒന്ന് കൊടുക്കുക. ആ ശരി സാർ. ആ എന്താ സാറേ? നിങ്ങളിപ്പോ എവിടെയാ? ഞാനിപ്പോൾ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാനൊരു NRI-യാ. ഇന്ന് എൻ്റെ അമ്മയുടെ ആണ്ടാണ്. അപ്പോൾ ഞാൻ ബലിയിടാനായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. എന്താ സാർ പ്രശ്നം? ബലിയിടാനോ? ആ മോനെ, അമ്മയാടാ. നീ എവിടെയാ? അമ്പലത്തിൽ വെച്ച് ഫോൺ വന്ന് മാറിപ്പോണ കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി എന്തോ ജോലിത്തിരക്കാണ്. അതായിരിക്കൂലേ നീ പെട്ടെന്ന് പോയത്. എന്നാലും എന്നോടൊന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു. മോൻ പെട്ടെന്ന് വരുമല്ലോ അല്ലേ? ഇവിടുത്തെ തണുപ്പ് അത്ര പറ്റണില്ല. ഒന്ന് തല കറങ്ങി വീണു. പിന്നെ ആരൊക്കെയോ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. നീ പെട്ടെന്ന് വരണേ. എടോ, സംഭവം വളർന്നിട്ട് വരാണെന്ന് മനസ്സിലായി. ഇവിടെ ഇത് സ്ഥിര ഏർപ്പാടാ. തീർത്ഥാടനത്തിനായതുകൊണ്ട് ആരും ചോദിക്കാനൊന്നും വരില്ലല്ലോ. ഇങ്ങനെയുള്ളവരൊന്നും നോക്കാൻ പറ്റില്ലെങ്കിൽ വല്ല വൃദ്ധസനത്തിലും കൊണ്ടിയാക്കണം. ഇതിപ്പോ ചുമ്മാ നമുക്ക് തലവേദനയുടേതായിട്ട്. സാർ, കാര്യം അറിയാതെ സംസാരിക്കരുത്. എൻ്റെ അമ്മ മരിച്ചിട്ട് 1 വർഷമായി. ഞാൻ ദുബായിൽ ഫാമിലിയായിട്ട് സെറ്റിൽഡാണ്. ഇന്ന് എൻ്റെ അമ്മയുടെ ആണ്ടാണ്. ഞാനിപ്പോൾ ബലിയിടാൻ പോയിക്കൊണ്ടിരിക്കുക. ഇനി നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനിവിടെ ഏറ്റവും അടുത്തുള്ള സ്റ്റേഷനിൽ പോയിട്ട് എൻ്റെ രേഖകളെല്ലാം കാണിക്കാം. പോരെ? ഒരു മിനിറ്റ്, ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാം.
ഓക്കെ. ആ പറയൂ സാറേ. അത് ക്ഷമിക്കണം, നമുക്കൊരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ടേ. ഇവിടെ ഈ അമ്മയ്ക്ക് ചെറിയ ഓർമ്മക്കുറവുണ്ടെന്ന് തോന്നുന്നു. അവരിപ്പോ പറയണേ അവർക്ക് ഫോൺ നമ്പറിൽ ഒന്ന് രണ്ട് അക്കങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോട്ടെന്ന് തോന്നണേ. ഒരു തെറ്റ് വന്നിട്ടുണ്ട്. സാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെയൊക്കെ റെസ്പോൺസിബിൾ ആവാം. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എൻ്റെ അമ്മയുടെ ആണ്ടാണ്. ഞാൻ അവർക്ക് ബലിയിടാൻ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് സാറിങ്ങനെ വിളിച്ചിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിപ്പോ നമ്മുടെ ആരെയും കുറ്റം കൊണ്ടല്ലല്ലോ, ഇതുപോലെയുള്ള സാഹചര്യം ആയതുകൊണ്ടല്ലേ. അവർക്ക് തീരെ വയ്യ. ഹോസ്പിറ്റലിൽ വെച്ച് ബോധം വന്നപ്പോ പെട്ടെന്ന് ഏതോ ഒരു നമ്പർ തന്നാണെന്ന് തോന്നുന്നു. അതിന്റെ നമ്പറാണെന്ന് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോ നിങ്ങൾക്ക് ഇതിലൊരു ബുദ്ധിമുട്ടുണ്ടായതിൽ ക്ഷമിക്കണം. ഓക്കെ. മോനെ അമ്മയാണ്. സാർ ഞാൻ അരവിന്ദൻ. ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഒരു വയസ്സായ സ്ത്രീ ഒരമ്മയുടെ ഹോസ്പിറ്റൽ കേസായിട്ട് ആൾ മാറി വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? മനസ്സിലായി. ആ അതെ സാർ, ഞാനിപ്പോൾ വിളിച്ചതേ അവർക്കിപ്പോൾ എങ്ങനെയുണ്ട്? ബുദ്ധിമുട്ടില്ല എനിക്ക് അവരോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അവര് ഇന്നലെ തന്നെ മരിച്ചോ? ഞാൻ പറഞ്ഞില്ലേ അവരുടെ ഹെൽത്ത് വളരെ മോശമായിരുന്നു. ഹലോ. ആ സാർ എന്താണോ? ഞാൻ വിളിച്ചത് ആ അമ്മ മരിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സാർ? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇവിടുത്തെ പൊതു ശ്മശാനത്തിൽ അവരെ മറവ് ചെയ്യും. സാർ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? എന്താ? അവരുടെ അന്ത്യകർമ്മങ്ങൾ ഞാൻ ചെയ്തോട്ടെ സാർ? ഇത് താനിത് പറഞ്ഞിട്ടാ? ഇങ്ങനൊരു അനാഥബന്ധം വെറുതെ ഒരാൾക്ക് കർമ്മങ്ങൾ ചെയ്യാൻ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇതിന്റെ നിയമവശങ്ങളുണ്ട്. സാർ സാറല്ലേ പറഞ്ഞത് അവരുടെ ബന്ധുക്കളൊക്കെ അവർ ഉപേക്ഷിച്ച് പോയതാന്ന്, ഇനി ആരും വരാനില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ എത്രയ്ക്കായാലും അവസാനമായിട്ട് അവരെന്നെയല്ലേ മോനെന്ന് വിളിച്ചത്. അപ്പോൾ സാർ പ്ലീസ് ഒന്ന് ശ്രമിച്ചുകൂടെ? തന്റെ ഇമോഷൻസ് എല്ലാം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഭാവിയിലെ അമ്മയുടെ ഫാമിലി എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഫയൽ സാർ എന്ത് ലീഗൽ പ്രശ്നം വന്നാലും ഞാനത് ഹാൻഡിൽ ചെയ്തോളാം. ഞാൻ നിങ്ങൾക്കത് എഴുതി തരാം പ്ലീസ് സാർ. ഞാനൊരു കാര്യം ചെയ്യ്, ഞാൻ സ്റ്റേഷനിലേക്ക് നേരിട്ട് വാ. ഓക്കെ സാർ. സാർ ഒരു കാര്യം ചെയ്യുമോ? എരുമയിലല്ലേ സ്ഥലം പറഞ്ഞത്? ആ ലൊക്കേഷൻ എനിക്കൊന്ന് അയച്ചു തരുമോ സാർ? ഞാൻ അവിടെ എത്തിക്കോളാം. ഓക്കെ. താങ്ക് യു സാർ. ആ അഞ്ചു പറ. എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? ആ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആ കാശിന്റെ കാര്യം അമ്മാവനോട് ചോദിച്ചായിരുന്നോ? ഇല്ല, എനിക്ക് അമ്മാവനോട് ചോദിക്കാൻ തോന്നിയില്ല. എന്താ നീ ഒന്നും മിണ്ടാത്ത? ഞാനത് അങ്ങോട്ട് പറയാൻ നിൽക്കുമായിരുന്നു. നമുക്ക് ആ കാശ് വേണ്ട. അതിന് ദൈവം വേറെ എന്തെങ്കിലും വഴി നമുക്ക് കാണിച്ചു തരുമല്ലോ. നിങ്ങളെപ്പോഴാ തിരിച്ചു വരുന്നത്? ഫ്ലൈറ്റ് എപ്പോഴാ? ഇന്ന് ചിലപ്പോൾ എനിക്ക് വരാൻ പറ്റും തോന്നുന്നില്ല. പിന്നെ ഇന്ന് വരാട്ടെ. നിങ്ങളെവിടെ പോവാ?
ഞാൻ ഞാൻ അമ്മ അവസാനമായിട്ടൊന്ന് കണ്ടിട്ട് വരാം.